ഗ്രന്ഥങ്ങളിലും പറഞ്ഞ പോലെ തന്നെ തഥാസ്തു, ആമേൻ, ഇൻഷാ അല്ലാ, ഇത് വർക്കാവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. നമ്മളുടെ പാസ്റ്റിനെയും നമ്മളുടെ പ്രസൻറ്റിനെയും നമ്മളുടെ ഫ്യൂച്ചറിനെയും ഒക്കെ അറിയുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കുണ്ട്. ഒരാൾ നശിക്കണം, ആ മാനിഫെസ്റ്റേഷനൊപ്പം അവിടെ വർക്കാവും. നമ്മൾക്ക് എന്താണോ വേണ്ടുന്നത് അതിനെക്കുറിച്ചിട്ട് നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളെ കൊണ്ട് നമുക്ക് അതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു പ്രപഞ്ച നിയമമാണ്. നമ്മൾ എവിടെയാണോ ഇപ്പം എത്തി നിൽക്കുന്നത് അതിൻ്റെ റീസൺ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. പൃഥ്വിരാജിനെ ശ്രീകണ്ഠൻ നായർ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പഴയൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി അന്ന് എല്ലാ ആളുകളും വളരെ ഈഗോയിസ്റ്റിക് ആണ്, വളരെ മോശമായിട്ടുള്ള കഥാപാത്രമാണെന്നൊക്കെ മാസ് പറയുന്ന സമയത്ത് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യും, ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഓണറായിരിക്കും, എത്ര ലാംഗ്വേജിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറായിരിക്കും, മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ഞാൻ അടുത്ത തലത്തിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കും. യൂണിവേഴ്സ് നമുക്ക് ഒന്നും കൊണ്ടുതരാൻ വേണ്ടി പോകുന്നില്ല, അത് അന്ധവിശ്വാസമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. യെസ് വൈശാഖൻ, താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വൈശാഖൻ കോഴിക്കോടുകാരനാണ്. കോഴിക്കോട്ട് നിന്നും വൈശാഖിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ റീസെന്റ് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയണത്. ആക്ച്വലി എന്താണ് സംഭവം പറയൂ. മാനിഫെസ്റ്റേഷൻ നമ്മൾ റീസെന്റ് കേൾക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് പതഞ്ജലി മഹർഷി പറഞ്ഞു വെച്ചിട്ടുണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്പിരിച്വൽ ടെക്സ്റ്റുകളിലും പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു പ്രപഞ്ച നിയമമാണ്. നമ്മൾ എവിടെയാണോ ഇപ്പം എത്തി നിൽക്കുന്നത് അതിൻ്റെ റീസൺ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾക്ക് എന്താണോ വേണ്ടുന്നത് അതിനെക്കുറിച്ചിട്ട് നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളെ കൊണ്ട് നമുക്ക് അതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ആക്ച്വലി ഒറ്റ വേർഡിൽ നമുക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പൊ അടുത്ത കാലത്തായിട്ടാണ് ഇതൊക്കെ. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ പണ്ട് മുതലേ ഉള്ള സംഭവമാണ്. പണ്ട് മുതലേ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത ആൾക്കാരുള്ള നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും പെട്ടെന്ന് എവിടുന്നോ ഒരു വേർഡ് വന്നു, എല്ലാവരും നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യണത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ സംഭവം, ഞാൻ ഇനി അത് ചെയ്യണമല്ലോ എന്ന ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പറയുന്ന പോലെയാണ്, ഇനി ഞാൻ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ. ആക്ച്വലി അത് അങ്ങനെ ചെയ്യേണ്ടതാണോ, കോൺഷ്യസ്ലി വരേണ്ടതാണോ, അതോ നമ്മൾ ഫ്രം വിത്തിൻ അത് വരേണ്ട ഒരു കാര്യമാണോ? കോൺഷ്യസ്ലി അത് വന്നിട്ടില്ല. മാനിഫെസ്റ്റേഷൻ നമ്മൾ കോൺഷ്യസ്ലി വരുത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും, ഉണ്ടാവാറുണ്ട്, ലൈഫിൽ സംഭവിക്കും. അത് നെഗറ്റീവ്ലി ആണോ സംഭവിക്കുന്നത് പോസിറ്റീവ്ലി ആണോ സംഭവിക്കുന്നത് മാത്രമേ ചോദ്യമുള്ളൂ. നെഗറ്റീവ്ലി സംഭവിക്കും. എങ്ങനെ? നമ്മളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നത്. പല ആളുകളുടെ ക്യാരക്ടറും നമ്മളുടെ ഈ പറയുന്ന ഒരു സയൻസ് എന്ന് തന്നെ പറയാം. അത് അറിഞ്ഞോ അറിയാതെയോ 5% പെടുന്ന ആളുകളിൽ മാത്രം ചുരുങ്ങി നിൽക്കുകയാണ്. ഇനി ഞാനിത് പഠിപ്പിക്കാൻ തയ്യാറായാൽ തന്നെയും എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടാവും. ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ റിലേറ്റ് ചെയ്യാനുള്ളതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി തുടങ്ങി. 80s ശേഷമാണ് ന്യൂറോ സയൻസ് കൂടുതലായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂറോ സയൻസ് ഡെവലപ്പായി സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് എനിക്ക് ഭാഗ്യവശാൽ എൻ്റെ 16ാമത്തെ വയസ്സിൽ വായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി അതിൻ്റെ ഒരു റീച്ച് വന്നപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു ബുക്കാണ് സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക്. ഇതിൻ്റെ ഒരു പ്രചാരം വന്ന് സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് പ്രചാരത്തിലേക്ക് വന്നപ്പോഴൊക്കെയാണ് ഈ സെലിബ്രിറ്റീസ് ഇത് പറയുന്നത്, ഞാൻ ഇന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നത് ആളുകളിലേക്ക് കൂടുതലായിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി. നമ്മുടെ പേഴ്സണാലിറ്റി എവിടെയാണോ അതിനനുസരിച്ചിട്ടൊരു ഫ്രീക്വൻസി നമ്മളുടെ ചുറ്റിലും ഉണ്ടാകും. ആ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി അതിനേക്കാളും വലുത് നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയെ നമുക്ക്, അല്ലെങ്കിൽ ഈ പേഴ്സണാലിറ്റിയെ നമുക്ക് അടുത്ത തലത്തിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ നമ്മൾ അടുത്ത ലൂപ്പിലേക്ക് കയറും, അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മനസ്സിലായി? ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമ്മളുടെ ചുറ്റിലും ആര് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്, നമ്മൾ എന്ത് ഇൻഫർമേഷൻസ് ഇതിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്, നമ്മൾ എന്ത് കൃത്യമായിട്ട് കാണുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
കാര്യം അവർക്ക് അവരുടെ ഡെസ്റ്റിനിയിൽ ക്ലാരിറ്റി ഇല്ല, ഉറപ്പുമില്ല. Yeah. ഇത് രണ്ടും ഇല്ലാതെ നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, മാനിഫെസ്റ്റേഷൻ വർക്ക് ആവില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം പോസിറ്റീവ് ഇമോഷൻസ് വേണം. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാകണം, പ്ലസ് അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യണം. ഈ പറയുന്നതാണ് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്തു ചുമ്മാ സോഫയിൽ കൈയും കെട്ടിയിരുന്ന് ആരോ മറ്റേ പണ്ട് കാലത്ത് മറ്റേ നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് മഴ വേണോ, അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ട് അത് നമുക്ക് നോക്കാമല്ലോ. നമുക്ക് ഏത് സെലിബ്രിറ്റീസിനെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് സെലിബ്രിറ്റീസിനെ ഒന്ന് എടുത്ത് നോക്കി നോക്കൂ. അതാണല്ലോ നമുക്ക് കൂടുതൽ ആളുകൾക്ക് റീച്ച് ചെയ്യാൻ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഞാൻ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഒരു ഇൻ്റർവ്യൂ, പൃഥ്വിരാജിനെ ഒരു ശ്രീകണ്ഠൻ നായർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള പഴയൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി അന്ന് എല്ലാ ആളുകളും വളരെ ഈഗോയിസ്റ്റിക്കാണ്, വളരെ മോശമായിട്ടുള്ള കഥാപാത്രമാണെന്നൊക്കെ മാസ് പറയുന്ന സമയത്ത് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യും, ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഓണറായിരിക്കും, ഞാൻ കൃത്യമായിട്ട് ഇത്ര എന്താ പറയുക സംസ്ഥാനം അല്ലെങ്കിൽ ഇത്ര ലാംഗ്വേജിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറായിരിക്കും, മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ഞാൻ അടുത്ത തലത്തിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കും. ഇത് എല്ലാം പറഞ്ഞത് ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരും നെഗറ്റീവ് പറയുന്ന എന്തോ ഒരു ലാംഗ്വേജിലാണ് പുള്ളിയെ വിളിക്കാറുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഞങ്ങളുടെ അവിടെ നിന്നാണ് പുള്ളിയുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബസ്സിൽ ഇങ്ങനെ ആളുകൾ പോകുന്ന സമയത്ത് പുള്ളിയെ വിളിച്ച പേരും ഇപ്പം രാജുവേട്ട എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് പുള്ളി മാറി. പുള്ളിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അതിലൊരു ഡയല്യൂഷനും ഇല്ലായിരുന്നു. പുള്ളി എത്തിയില്ലേ. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇത്. പക്ഷേ അതിനെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു വിരോധാഭാസം. നമ്മളെ പഠിപ്പിച്ചു തരുന്നതിൽ എവിടേക്കോ തട്ടി ഇങ്ങനെ അങ്ങോട്ട് പോയി. ശരിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തരേണ്ടത് ഇതും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ അല്ലേ? ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി അന്നായിരിക്കും ഒരു 1000 രൂപ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടാവുക. ശക്തമായ ശരീരം കിട്ടണമെങ്കിൽ മൂവ്മെൻറ്റ് പ്രധാനമാണ്. ശക്തമായ മനസ്സ് കിട്ടണമെന്നുണ്ടെങ്കിലോ സൈലൻസ് പ്രധാനമാണ്. എത്ര കുട്ടികൾക്ക് ഇപ്പോൾ സൈലൻസിൽ ഇരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്, കണ്ണടച്ചിരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നോട് എൻ്റെ വൈഫ് ഇടയ്ക്ക് പറയുന്ന കാര്യമാണ്, ഞാൻ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പൂച്ച അടി കൂടെ ഒക്കെ ഓടുന്നത് കാണും തോന്നുന്നു, കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ഡിസ്ട്രാക്റ്റഡാണ് നമ്മൾ. ഒരു 30 മിനിറ്റ്സ് നമ്മൾ നമ്മളെ കുട്ടികൾ അങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ? ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാ സ്പിരിച്വൽ ടെക്സ്റ്റുകളിലും ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയുന്ന രീതിയിലേക്ക് ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിന് പ്രാധാന്യം വന്നത്. സീക്രട്ടിൽ വളരെ ലളിതമായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. സീക്രട്ട് ബുക്കിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഇത് തപസ്സിരുന്നാൽ കിട്ടും എന്നുള്ളൊരു ഒരു തോട്ട് അതിലേക്ക് വരുന്നുണ്ട്. ആക്ഷനെ കുറിച്ചിട്ട് പാടേ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. യൂണിവേഴ്സ് നമുക്ക് ഒന്നും കൊണ്ടുതരാൻ വേണ്ടി പോകുന്നില്ല. ആദ്യമേ ഞാൻ പറയട്ടെ, അത് അന്ധവിശ്വാസമാണ്. മാനിഫെസ്റ്റേഷൻ വോള് തുറക്കുന്നു, നിങ്ങൾ ഇന്ന സമയത്ത് ജനുവരി 11 ചില ആൾക്കാർ വീഡിയോ അത് കണ്ടന്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സയൻസ് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്ത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. ആളുകളെല്ലാവരും സിമ്പിളായിട്ട് ഇതിനെങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ആളുകൾ ചെയ്യും, അതിലേക്ക് പെട്ടെന്ന് ആളുകൾ എത്തും. ഇവിടുത്തെ ഒരു എമിനൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ചുള്ള ഒരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, ഇന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഫോളോ ചെയ്താൽ നടക്കുമോ? ഞാൻ പറയും, ഇതൊന്നും നടക്കില്ല. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് തോട്ട് പ്രോസസ്സിനെ എഞ്ചിനീയർ ചെയ്യണം. ഈ എഞ്ചിനീയർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത്. എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ക്ലാരിറ്റി കൂടുകയാണ്.
നമ്മളുടെ നെഗറ്റീവ് തോട്ടിൻ്റെ മുകളിൽ നമ്മളുടെ ലക്ഷ്യത്തിനെ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. ആ ലക്ഷ്യത്തിന് കൊണ്ടുവയ്ക്കുന്നു. നമ്മൾ ടെസ്ല പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഒറ്റ ഫോക്കസിലേക്ക് നമ്മൾ ഒരു കാര്യത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കാര്യം ഒരു ലെൻസ് എടുത്തിട്ടൊരു അതിൽ കൂടെ ഒരു പ്രകാശത്തിന് കടത്തി വിട്ടാൽ എങ്ങനെ കത്തുന്നു അതുപോലെ തന്നെയാണ് ഇത് വർക്കാകുന്നത്. സോ ഈ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 369 പ്രാക്ടീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 369 പ്രാക്ടീസ് ചെയ്യൂ, 555 പ്രാക്ടീസ് ചെയ്യൂ, എഴുതിയിട്ട് പില്ലോ പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ മാനിഫെസ്റ്റേഷൻ നടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ടെക്നിക്സ് ആണ്. 369 പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? രാവിലെ 3 തവണ എഴുതൂ, ഉച്ചയ്ക്ക് 6 തവണ എഴുതൂ, രാത്രി 9 തവണ എഴുതൂ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ 3 തവണ എഴുതുന്നു. നമ്മൾ എണീറ്റ് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മൈൻഡിന്റെ ഫോക്കസ് നമുക്ക് വേണ്ടുന്നതിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് വേൾഡിലേക്ക് നമ്മൾ പോയി. ആ ഡിസ്ട്രാക്റ്റഡ് വേൾഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അലാം വെച്ചിട്ടായിരിക്കും ഇയാള് 6 തവണ എഴുതുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഫോക്കസിലേക്ക് തിരിച്ചെത്തി വീണ്ടും 9 തവണ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എഴുതുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാവരും എന്തൊരു കഷ്ടമാണ് ഇന്നത്തെ ഗതി അതോ ഗതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മെജോറിറ്റി ആളുകൾ എഴുതുന്നത്. അത് ചിന്തിക്കുന്നുണ്ടാവും. അവിടെ നിന്നും പോയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന അവരുടെ ഫോക്കസിലേക്ക് വീണ്ടും തിരിച്ചെത്തുവാണ്. ഒരു തരത്തിലുള്ള ടൂളുകൾ അവരുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും ഇവർ പോസിറ്റീവ്ലി തിങ്ക് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ ഇവരുടെ മൈൻഡിൽ ഡെവലപ്പ് ആകും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോഴായിരിക്കും ഇന്ന ആളുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ വിഷൻ കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് സംഭവിക്കുന്നുണ്ടാകും. ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ കാലിക്കറ്റിലാണ് നിൽക്കുന്നത്, എൻ്റെ വിഷൻ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയാൽ നടക്കും, അല്ലെങ്കിൽ ദുബായ് പോയാൽ നടക്കും. ഇങ്ങനത്തെ തോട്ടുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തോട്ടുകൾ വരാൻ വേണ്ടിയിട്ട് നടക്കും. പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ തന്നെ, പൗലോ കൊയ്ലോ പറഞ്ഞതാണ് നമ്മൾ കൂടുതൽ കേട്ടത്. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ അതിൻ്റെ ചുറ്റിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ 10,000 വർഷം മുന്നേ പതഞ്ജലി അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അൾട്ടിമേറ്റ്ലി ആദ്യം പറഞ്ഞത് പതഞ്ജലി മഹർഷിയാണ് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന എന്ത് ടെക്നിക്സ് ആണെന്നുണ്ടെങ്കിലും അവിടെ വർക്ക് ആകുന്നത് ഈ പറയുന്ന നമ്മളുടെ മൈൻഡിന്റെ ഡിസ്ട്രാക്ഷനെ മാറ്റി ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിലേക്ക് അഗൈൻ ആൻഡ് അഗൈൻ നമ്മൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഈ എല്ലാ ടെക്നിക്സിലൂടെയും നടക്കുന്നത്. അല്ലാതെ യൂണിവേഴ്സ് ഒന്നും കൊണ്ടുതരുന്നില്ല. യൂണിവേഴ്സ് കൊണ്ടുതരിക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, യൂണിവേഴ്സിന് ഇതിനുള്ള സമയമുണ്ടോ? യൂണിവേഴ്സിന് എവിടെ ഇതിനുള്ള സമയമുള്ളത്? കോടി ജനങ്ങളോ അതിനേക്കാളും സൈസിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഭൂമി സ്വന്തം കറങ്ങുന്നുണ്ട്, അത് സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, സോളാർ സിസ്റ്റം, മിൽക്കി വേ ഗാലക്സി ക്ലസ്റ്റർ, ഓക്കെ, കോടിക്കണക്കിന് ഗാലക്സി ക്ലസ്റ്ററുകൾ. എന്നിട്ട് നമ്മൾ മനുഷ്യൻ കുറെ കാലം മുന്നേ പറഞ്ഞിരുന്നു മനുഷ്യൻ മാത്രമേ ജീവൻ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾക്ക് നമ്മളെ തൊട്ടടുത്തുള്ള ഗാലക്സിയിലേക്ക്, ആൻഡ്രോമേഡ ഗാലക്സിയിലേക്ക് പോകാനേ ഉള്ള ആയുസ് നമുക്കില്ല. ഓക്കെ, ഈ പറയുന്ന ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സിന് ഇത് കൊണ്ടുതരാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു അൽഗോരിതം വർക്ക് ആകുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് അത് തന്നെ റിപ്പീറ്റഡ്ലി അത്തരത്തിലുള്ള കണ്ടന്റുകൾ റിപ്പീറ്റഡ്ലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ പോലെ തന്നെ തഥാസ്തു, ആമേൻ, ഇൻഷാ അല്ലാ, ഇത് വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് തഥാസ്തു, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ ആഗ്രഹത്തിനെ 24/7 നമ്മളുടെ ചിന്തകളാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ ആ അൽഗോരിതം വർക്ക് ആകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ യൂണിവേഴ്സിൽ മറ്റേ ഓസോൺ പാളിയിൽ ഒരു വാള് തുറന്നു വെച്ചിട്ട് 11 മണിക്ക് ജനുവരി 11-ാം തീയതി തുറക്കുന്നു, ഇതല്ല. അപ്പോൾ ഞാൻ മുമ്പേ ചോദിച്ച ഒരു സംഭവം, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വിളിക്കാതെ വന്ന് കയറുന്ന ഈ നെഗറ്റീവ് തോട്ട്സ്, അതിനെ നമ്മൾ എങ്ങനെയാണ് അപ്പം മാറ്റുന്നത്? അമ്മായിയമ്മയും മരുമകളും പോരടിക്കുന്ന ഒരു സീരിയൽ കണ്ടിട്ടുള്ള രാത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലെ അമ്മായിയമ്മയും മരുമകളും എന്നെങ്കിലും നന്നായിട്ട് ജീവിച്ച ചരിത്രമുണ്ടോ?
അവർ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ തൊട്ട പോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല, ഇവിടെ പ്രിന്റിങ്സ് വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങളവിടെ ആണ് മറ്റേ അപ്പൊ അതായത് നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടിലും നമ്മൾ കാണുന്നതിനാണോ നമ്മളെ ഈ 5 സെൻസസിലൂടെ ഇതിനകത്തേക്ക് പോകുന്ന ഇൻഫർമേഷനെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ പാസ്റ്റിനെയും നമ്മളുടെ പ്രസൻറ്റിനെയും നമ്മളുടെ ഫ്യൂച്ചറിനെയും ഒക്കെ അറിയുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കുണ്ട്. അതെ. ഓക്കെ, ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെ കോൺഷ്യസ്ലി നമ്മുടെ ഡെസ്റ്റിനിക്ക് വേണ്ടുന്നത് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. സോ ആക്ച്വലി വി ആർ ട്രെയിനിങ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലേ? നമ്മൾ കോൺഷ്യസ്ലി ഫിൽട്ടർ ചെയ്യണം. യാ, നമ്മൾ കാണുന്നതിനെ ഫിൽട്ടർ ചെയ്യണം, നമ്മൾ കേൾക്കുന്നതിനെ ഫിൽട്ടർ ചെയ്യണം. നമ്മൾക്ക് ആഗ്രഹം ഒന്നുണ്ട്. ഓക്കെ, നമുക്ക് വലിയൊരു സെലിബ്രിറ്റി ആണോ ആഗ്രഹമാണ്. നമ്മൾ റിപ്പീറ്റഡ്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഡെയിലി കള്ളും കുടിക്കുന്ന കഞ്ചാവും വലിച്ചടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ചുറ്റിലും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡെസ്റ്റിനിയിലേക്ക് എത്തും. നമ്മളുടെ തോട്ട് പ്രോസസ്സേ വേറെ ആയിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരിക്കും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് എന്താണോ നമ്മളുടെ ഡെസ്റ്റിനി ആയിട്ട് വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുകയുള്ളൂ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്മെല്ല് ചെയ്യുള്ളൂ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. മതി, കോൺഷ്യസ് എഫേർട്ട് വേണം. കോൺഷ്യസ് എഫേർട്ട് വേണം. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം, നമ്മൾ ചില ആളുകൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ ഹീൽ ചെയ്യുക, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടുള്ളൂ. നമ്മളുടെ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ശീലത്തിനെ നമ്മൾ അനലൈസ് ചെയ്താൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ 6 മണിക്ക് എണീക്കണം, 5:30 അലാം വെച്ചു, 5:30 അലാം അടിച്ചു, നമ്മൾ സ്നൂസ് ചെയ്തു, 5:35 അലാം അടിച്ചു, നമ്മൾ സ്നൂസ് ചെയ്തു, 5:40 അലാം. ഇത് എന്തിനാ ഈ 6 മണിക്ക് എണീക്കേണ്ടോ 6 മണിക്ക് അല്ലാതെ 5:30 അലാം വെക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ രാവിലെ ഈ 5:30 മുതൽ 6 മണി വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് സമയമാണെന്നുണ്ടെങ്കിലും ഈ സമയത്തിനുള്ളിൽ എന്തിനാ ഇത്രയും സ്നൂസ് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഓരോ സ്നൂസിങ്ങിലും ഫെയിലിയർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ശീലം ഫെയിലിയർ രജിസ്റ്റർ ചെയ്യും. ഒരു ജീവിതം നമ്മൾ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന അന്ന് തന്നെ നമ്മൾ 10ഓളം ഫെയിലിയർ രജിസ്റ്റർ ചെയ്യുക. ഇയാൾ പുറത്ത് പോയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് 1 കോടി രൂപ വരണം. സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഉള്ളിൽ നിന്ന് പറയാണ്, പോയ ആദ്യം കൃത്യമായിട്ടുള്ള സമയത്തൊന്ന് എണീക്കാൻ നോക്കണേ. മനസ്സിലായില്ലേ? അപ്പം ആ മൈന്യൂട്ട് ഏരിയയിൽ ഇപ്പം ജപ്പാൻകാരുടെയും മോങ്കുകളുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അവർ രാവിലെ എണീക്കുന്ന സമയത്ത് അവരുടെ ബെഡ് റീഅറേഞ്ച് ചെയ്തിട്ടാണ് എണീക്കുക. നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മളെ ബെഡ്ഷീറ്റ് മഞ്ചോ ചിഞ്ചോ നോക്കുകയായിരിക്കും. മെജോറിറ്റി ആളുകളുടെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെപ്പൽ പ്രോപ്പർ പ്ലേസിലാണോ വെക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഷോസ് എ പേഴ്സന്റെ ക്യാരക്ടർ എന്താണെന്നോ. ആ ക്യാരക്ടറിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈന്യൂട്ട് ഹാബിറ്റ്സ് നമ്മൾ രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നതിന് ഉള്ളിൽ ഈ തരത്തിൽ എന്തൊക്കെ ഹാബിറ്റുകൾ, ശീലങ്ങൾ, റിച്വൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ് ആവുക. ഞാൻ ഒറ്റയ്ക്ക് ആഗ്രഹിച്ചാൽ എൻ്റെ ഓറ, എൻ്റെ പേഴ്സണാലിറ്റി അപ്ലിഫ്റ്റ് ആവും. ഓക്കെ, എൻ്റെ പേഴ്സണാലിറ്റി അപ്ലിഫ്റ്റ് ആയാൽ എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് മാറിയേ നിർവാഹമുള്ളൂ. ഒന്നുകിൽ അവർ മാറും, അല്ലെങ്കിൽ അവർ നമ്മളിട്ടേച്ച് പോകും. യെസ്, എത്താൻ പറ്റാത്തവർ, കുറ്റം പറയുന്ന ആളുകൾ, പരദൂഷണം പറയുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള അസോസിയേഷൻസ്, തമാശയ്ക്ക് പോലും കളിയാക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള അസോസിയേഷൻസ് നമുക്കുണ്ടാവുമല്ലോ. ഇവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മളുടെ തിരിച്ചുള്ള മറുപടികൾ മാറുന്ന സമയത്ത് ഇവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതെയാകും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് തുടങ്ങിയാൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമ്മളുടെ ഗ്രോത്ത് കണ്ട് ഒരു മിററിംഗ് എഫക്റ്റ് എന്ന് പറയും. ഞാൻ കണ്ടിട്ടുണ്ട് അത്. മിററിംഗ് എഫക്റ്റ് എന്ന് പറയും. ഗ്രാജുവലി നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോൺ, മിറർ ന്യൂറോൺ എന്ന് പറയും. ഇത് വർക്കാകും. ഇപ്പം കണ്ടിട്ടില്ലേ, ചില ആളുകളെ നോക്കിയാൽ മതി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിക്കുന്ന സമയത്ത് ഫെമിലിയർ ഈ ഫേസ് വലിയ മാച്ച് ഒന്നും ഉണ്ടാവില്ല. കുറേ കഴിഞ്ഞാൽ ഏകദേശം ഏറെക്കുറെയൊക്കെ മാച്ചായി തുടങ്ങും. വലിയ ബോണ്ടിങ് ഉള്ള ആളുകൾ ഇതൊക്കെ.
പല ആളുകളും എൻ്റെ സെഷൻസിലേക്ക് വന്നിട്ടുള്ള പല ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ ഒക്കെ പറഞ്ഞിട്ടുള്ള കോമൺ പേഴ്സൺസ് ആയിക്കോട്ടെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് മാനിഫെസ്റ്റേഷൻ്റെ എല്ലാ ടെക്നിക്സും ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാ ടെക്നിക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വർക്ക് ആവുന്നില്ല. ഒറ്റ റീസണേ ഉള്ളൂ, അവരുടെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന എന്തെല്ലാമൊക്കെയോ മുറിവുകളുണ്ട്. ചെറുതായിരിക്കാം വലുതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന് ചെറുത് വലുതില്ല. മുറിവുണ്ടോ എന്നുള്ളത് മാത്രമാണ്, അതിനെ ഉണക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഹീൽ ചെയ്തിട്ട് വേണം ഒരാൾ നശിക്കണം, അവർക്കൊരു ഡൗൺഫോൾ ഉണ്ടാവണം എന്നും ഇതേപോലെ തന്നെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ആഗ്രഹിച്ചാൽ അതും ആ മാനിഫെസ്റ്റേഷനൊപ്പം അവിടെ വർക്കാവും. ഒരു നല്ല തീക്കനലിരിക്കുന്നുണ്ട്, അത് നമ്മളങ്ങ് നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, ഓക്കെ, നമ്മൾ കയ്യിൽ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് എറിഞ്ഞു, ആ ദേഷ്യമുള്ള ആളുടെ മേലേക്ക് എറിഞ്ഞു. ആ ആളുടെ മേലെ ആ കനൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് താഴെ വീണു, ഓക്കെ. നമ്മളിത് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതാക്കി. ആരിലാണ് കൂടുതൽ മുറിവുണ്ടാവുക? ആണല്ലോ. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഓറ കുറവാണെങ്കിൽ അവനത് എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഓറ കൂടുതലാണെന്നുണ്ടെന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ താഴെ കിടക്കുന്ന ക്യാരക്ടർ എന്ത് ചെയ്താലും നമ്മളെ എഫക്ട് ചെയ്യില്ല. എത്ര ഗൂഢോത്രം മോഹൻലാലിന് കിട്ടിയിട്ടുണ്ടാവും, എത്ര ഗൂഢോത്രം മമ്മൂട്ടി കിട്ടിയിട്ടുണ്ടാവും, അവരെ ടച്ച് ചെയ്യുന്നുണ്ടോ? അത് ഇല്ലല്ലോ. ഒരു കാറ്റ് വന്ന് വീഴ്ച ടക്ക് എന്ന് പറഞ്ഞ് വീഴുന്നവരാണെങ്കിൽ അങ്ങനെ വീഴരുത് ആക്ച്വലി എന്നുള്ളതാണ്. ഞാനിപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ച സത്യത്തിൽ ഒന്ന് വിശ്വസിച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിനെ കുറിച്ചിട്ട് നെഗറ്റീവ്ലി ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് പ്രാക്ടീസ് ചെയ്താൽ നഷ്ടമൊന്നും വരാനില്ലല്ലോ. നമ്മൾ ജീവിതം ഗ്രോ ചെയ്യല്ലുള്ളൂ, ആർക്കും ഒരു ദ്രോഹവും ഇല്ലല്ലോ. ഇത് ഗ്രോ ചെയ്യല്ലുള്ളൂ. നമ്മളുടെ ജീവിതം ഗ്രോ ചെയ്താൽ നമ്മളുടെ കുടുംബം, നമ്മളുടെ സമൂഹം നന്നാവുകയല്ലേ ഉള്ളൂ. അതിനെ കൊണ്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ്, സ്വസ്ഥമായിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഒരു ബ്ലിസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സെറ്റിൽ നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? അത് ആസ്വദിക്കുമെന്ന് ഒന്ന് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഒന്നൊന്ന് ആസ്വദിച്ചു നോക്കൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ വിട്ടേക്കൂ, ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ വിട്ടേക്കൂ. ഏറി വന്നാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു പൈസ സ്പെൻഡ് ആവുമായിരിക്കും, പോട്ടെ, അത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സോ വൈശാഖ്, ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ജസ്റ്റ് കീപ് ഗോയിങ്, കീപ് ഓൺ ഗോയിങ്. സൂപ്പറായിട്ട് വരട്ടെ കാര്യങ്ങളെല്ലാം. താങ്ക് യു. ഇത്രയും സമയം ഇത്രയും ദൂരെ നിന്ന് തന്നെ ഇതിനു വേണ്ടി ട്രാവൽ ചെയ്ത് എത്തിയതിനും ഒരുപാട് നന്ദി. ഈ ചാനലിലെ എല്ലാ ആളുകൾക്കും വളരെയധികം നന്ദി പറയുന്നു. അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.